Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fahuwal muhtadi wa man yudlil falan tajida lahu waliyyan murshida. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna nabiyyana Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu ala ad-din kullihi walau karihal mushrikun. Allahumma salli ala rasulika sayyidina Muhammad wa ala ali sayyidina Muhammad. Allahumma barik ala sayyidina Muhammad wa ala ali sayyidina wa maulana wa habibina wa munjina wa hadina wa murshidina wa shafi'ina wa imamina wa qudwatina wa qurrati a'yunina Muhammad kama sallaita wa barakta ala khalilika Ibrahim wa ali Ibrahim innaka Hamidum Majid. Ya ayyuhalladhina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. A'udzu billahi minasy syaithanir rajim. Bismillahir rahmanir rahim. Likullin ja'alna minkum syir'atan wa minhaja walau syaa Allahu laja'alakum ummatan wahida walakin liyabluwakum fima ataakum fastabiqul khairat ila Allahi marji'ukum jami'a fayunabbi'ukum bima kuntum fihi takhtalifun. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും ഏറ്റവും നല്ല മനുഷ്യരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ നാം ജനാധിപത്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ജനാധിപത്യം ഒരു വേദമൂല്യമാണെന്നും അത് പ്രവാചകന്മാരുടെയും ജ്ഞാനികളുടെയും ചര്യയാണെന്നും നാം പറഞ്ഞു. ജനാധിപത്യം പൂർത്തിയാകണമെങ്കിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടുന്ന മറ്റൊരു മൂല്യമാണ് മതേതരത്വം എന്നുള്ളത്. സെക്യുലറിസം എന്ന് നാം അതിനെ ആംഗലേയവൽക്കരിക്കുന്നു. മതേതരത്വം എന്ന വാക്ക് ജനാധിപത്യം പോലെ അത്രമേൽ പഥ്യമല്ല മത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്. മതേതരത്വം എന്തോ ഒരു മോശപ്പെട്ട പദമാണെന്നും മതേതരത്വം എന്ന ആശയം മതവിരുദ്ധമാണെന്നും അത് മതങ്ങൾക്ക് പൊതുവെ എതിരാണെന്നുമാണ് പറയുന്നത്. മുസ്ലിം ഭാഗത്ത് നിന്നുകൊണ്ട് മതേതരത്വം എന്ന ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് ഇസ്ലാമിനെ പൊളിക്കാനും ഇസ്ലാമിക ശരീഅത്തിനെ പൊളിക്കാനും ഇല്ലാതാക്കാനും വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരാശയമാണ് എന്നാണ് പൊതുവെ പറയപ്പെടാറുള്ളത്. മതേതരത്വത്തിന് രണ്ട് മുഖങ്ങളുണ്ടെന്നും ഒന്ന് പാശ്ചാത്യ മതേതരത്വം എന്ന ഒരു മുഖവും പൗരസ്ത്യ മതേതരത്വം എന്ന ഒരു മുഖവുമുണ്ടെന്നും ചിലരൊക്കെ പറയാറുണ്ട്. പാശ്ചാത്യം മതവിരുദ്ധമായ മതേതരത്വമാണെന്നും പൗരസ്ത്യം മതാനുകൂലമായ മതേതരത്വമാണെന്നുമാണ് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ മതേതരത്വം എന്നത് ഒരു ദർശനമാണ്, ഒരു മൂല്യമാണ്. അത് ആവിഷ്കരിക്കുന്നിടത്ത്, വിശദീകരിക്കുന്നിടത്ത് വ്യത്യാസങ്ങളുണ്ടാകാം. ഇപ്പോൾ ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ മാതുരീദി വിശദീകരിച്ചതുപോലെയല്ലല്ലോ ജഅഫരി മദ്ഹബുകാർ വിശദീകരിക്കുന്നത്. അതുപോലെയല്ലല്ലോ അഹ്ലുസുന്നയിൽ തന്നെ പെട്ട ഇബാദികൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും അതിൻ്റെ വ്യത്യസ്തങ്ങളായ വിശദീകരണങ്ങളുണ്ടാകും. ഇതുപോലെ സെക്യുലറിസത്തിൻ്റെതായ വിശദീകരണങ്ങൾ ഓരോ മേഖലയിലും ഉണ്ടാകും. അത് വെസ്റ്റേൺ കൺട്രിയിൽ അവരുടെ വെസ്റ്റേൺ ഫിലോസഫിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് വിശദീകരിക്കുമ്പോൾ അവരതിനെ വിശദീകരിക്കുന്നിടത്ത് വ്യത്യാസമുണ്ടെന്നല്ലാതെ സെക്യുലറിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വേദമൂല്യമാണ്. അത് ഖുർആനിക മൂല്യമാണ്, അത് ഭഗവത്ഗീതയുടെ മൂല്യമാണ്, അത് ബൈബിളിൻ്റെ മൂല്യമാണ്. സെക്യുലറിസം പുതുതായിട്ടാരും കണ്ടുപിടിച്ചതൊന്നുമല്ല. ഈ ലോകത്ത് വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ മതദർശനങ്ങളുണ്ടെന്നും ആ മതദർശനങ്ങളോടെല്ലാം ഒരേപോലുള്ള ആദരവും
അംഗീകാരവുമാണ് മനുഷ്യർക്കുണ്ടാകേണ്ടത് എന്നും എല്ലാ വേദങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മതേതരത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ അടിസ്ഥാനത്തിൽ ഊന്നിയൊന്നുകൊണ്ടാണ് വേദങ്ങൾ അതിൻ്റെ ദർശനത്തെ വികസിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്യുലറിസം എന്ന് പറയുന്നത് ഒരു മോഡേൺ മൂല്യമല്ല, അത് സനാതനമായ മൂല്യങ്ങളിൽപ്പെട്ടതാണ്, അത് വേദമൂല്യങ്ങളിൽപ്പെട്ടതാണ് എന്നർത്ഥം. ഖുർആനിലെ നമ്മളെപ്പോഴും അകമ്പൊരുളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എപ്പോഴും പറയാറുള്ള, എപ്പോഴും ഓർമ്മിക്കാറുള്ള ഒരു വചനമാണ് സൂറ അൽ ബഖറയിലെ 62-ാമത്തെ വചനം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്സാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ ആയത്ത് സൂറ ബഖറയിൽ 62-ാമത്തെ വചനം എന്നതുപോലെ സൂറ മാഇദയിൽ 69-ാമത്തെ വചനമായിട്ട് ആവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം മുഅ്മിനുകളാകട്ടെ, വിശ്വാസികളാകട്ടെ, യഹൂദരാകട്ടെ, ക്രൈസ്തവരാകട്ടെ, പ്രകൃതി മതക്കാരാകട്ടെ, ആരാകട്ടെ, അവർ ദൈവവിശ്വാസവും സത്കർമ്മവും പരലോകബോധവും ഉള്ളവരാണെങ്കിൽ അവർക്ക് മോക്ഷമുണ്ട്, അവർ ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനേക്കാൾ വലിയ ഒരു മതേതരമായ ആശയം വേറെ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ യഹൂദനാണോ, നിങ്ങൾ ക്രൈസ്തവനാണോ, നിങ്ങൾ പ്രകൃതി ആരാധകനാണോ, നിങ്ങൾ മുസ്ലിമാണോ, ഇതൊന്നുമല്ല പ്രശ്നം, നിങ്ങളുടെ ജീവിതമാണ് പ്രശ്നം. ഇങ്ങനെ പറയാൻ ഖുർആനിന് 1400 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് സാധിച്ചുവെങ്കിൽ അത് ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന മതേതരമായ മൂല്യത്തിൻ്റെ ഒരു സ്വഭാവമാണ് പ്രകടമാക്കുന്നത്. അപ്പോൾ മതേതരത്വം എന്ന് പറയുന്നത് ഖുർആനിൻ്റെ മൂല്യമാണ്. മറ്റൊരായത്തിൽ പറയുന്നത് അല്പം കൂടി വിശാലമായിക്കൊണ്ടാണ്. സൂറ ഹജ്ജിൽ ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഈന വന്നസാറ വൽ മജൂസ വല്ലദീന അശ്റഫു ഇന്നല്ലാഹ യഫ്സുലു ബൈനഹും യൗമൽ ഖിയാമ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങൾ മുഅ്മിനാകട്ടെ, വിശ്വാസിയാകട്ടെ, നിങ്ങൾ യഹൂദനാകട്ടെ, നിങ്ങൾ പ്രകൃതി മതക്കാരനാകട്ടെ, നിങ്ങൾ ക്രൈസ്തവനാകട്ടെ, നിങ്ങൾ അഗ്നി ആരാധകരാകട്ടെ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാകട്ടെ, ആരായാലും ഇന്നല്ലാഹ യഫ്സുലു ബൈനഹും യൗമൽ ഖിയാമ, അവരുടെ ഇടയിലുള്ള വിധികളൊക്കെയും പരലോകത്ത് അള്ളാഹുവിന് വിട്ടുകൊടുക്കണം. ഈ ലോകത്ത് നിങ്ങളാരും തീർപ്പ് കൽപ്പിക്കണ്ട, ഈ ലോകത്ത് അതേക്കുറിച്ച് നിങ്ങൾ കലഹിക്കണ്ട, നിങ്ങൾ ഇന്നവൻ ശരി ഇന്നവൻ തെറ്റ് എന്ന് നിങ്ങൾ പറയണ്ട, അതൊക്കെ പടച്ചോൻ തീരുമാനിക്കും എന്ന് ഖുർആൻ സൂറ ഹജ്ജിൽ 17-ാമത്തെ വചനത്തിൽ പറയുന്നു. ഇവിടെ ആരായാലും ഏത് രൂപഭാവങ്ങളിൽ ആരാധന നിർവഹിക്കുന്നവരാണെങ്കിലും അതൊക്കെ പടച്ചോന്റെ കാര്യമാണ്, പടച്ചോനെ വിട്ടുകൊടുത്തേക്കണം. നിങ്ങൾ അക്കാര്യത്തിൽ ഇവിടെ തർക്കിച്ചിട്ട് നീ ശരി ഞാൻ തെറ്റ്, ഞാൻ ശരി നീ തെറ്റ് എന്ന് വാദിച്ച് ഇവിടെ സ്നേഹസംവാദങ്ങളൊന്നും നടത്തേണ്ടതില്ല, അതൊക്കെ പടച്ചോന്റെ കാര്യമാണെന്നാണ് അള്ളാഹു പറയുന്നത്. ഇത് ഒരു മതങ്ങളോട് എങ്ങനെയാണ് ഒരു വിശ്വാസി മറ്റുള്ള മതങ്ങളെ സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നൽകുന്നുണ്ട്. ഇനി ആരാധനാകർമ്മങ്ങളെക്കുറിച്ച്, ഇപ്പോൾ ഒരു മതത്തിനുള്ളിൽ തന്നെയുള്ള ആരാധനാകർമ്മങ്ങളെ പരസ്പരം അംഗീകരിക്കാൻ കഴിയുന്നില്ലല്ലോ. ഒരു മതത്തിനകത്ത് സുന്നികളെക്കുറിച്ച്, സുന്നികളെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള സമസ്തയാദി വിഭാഗങ്ങളിൽപ്പെട്ട സുന്നികളെക്കുറിച്ച് ഇവിടെയുള്ള മുജാഹിദ് വിഭാഗങ്ങളൊക്കെ പറയുന്നത് അവർ മുശ്രിക്കുകളാണെന്നാണ്, അവർ ശിർക്ക് ചെയ്യുന്നവരാണെന്നാണ്. ഈ മുജാഹിദാദി വിഭാഗത്തെക്കുറിച്ച് ഇവിടെയുള്ള സമസ്ത ഉൾപ്പെടുന്ന സുന്നി വിഭാഗം പറയുന്നത് അവർ മുബ്തദിഅകളാണ് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ആരാധനാപരമാണ്. ഇങ്ങനെ ഒരു മതത്തിനകത്ത് തന്നെയുള്ള വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ ആരാധനാ സ്വഭാവങ്ങളെ സ്വീകരിക്കാൻ കഴിയാത്തവർ, അവർക്ക് മുന്നിൽ ഖുർആനിലെ ഒരു ആയത്ത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കും. അത് സൂറ ഹജ്ജിലുള്ള ഒരു ആയത്താണ്. ലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ഹും നാസികൂഹു ഫലാ യുനാസിഉന്നക ഫിൽ അംരി വദഉ ഇലാ റബ്ബിക് ഇന്നക ലഅലാ ഹുദൻ മുസ്തഖീം. സൂറ ഹജ്ജിലെ 67-ാമത്തെ വചനത്തിൽ പറയുന്നു, ലിക്കുല്ലി ഉമ്മത്തിൻ, ഓരോ ജനസമൂഹത്തിനും. ഈ പ്രയോഗത്തിൽ തന്നെ സെക്യുലറിസത്തിന്റെ ഏറ്റവും ഉന്നതമായ ഭാവമുണ്ട്. എല്ലാ ജനസമൂഹത്തിനും ജഅൽനാ, നാം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു, മൻസകൻ, ആരാധനാരീതികളെ. ഈ ലോകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശ്വാസികൾക്ക്, മതദർശനം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ ആരാധനാ രീതികളെ നിശ്ചയിച്ചു കൊടുത്തത് നമ്മളാണെന്ന് അള്ളാഹുവാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യാനിക്ക് കുർബാന നിശ്ചയിച്ചു കൊടുത്തതും മുസ്ലിമിന് നിസ്കാരം നിശ്ചയിച്ചു കൊടുത്തതും ഉൾപ്പെടെ എല്ലാ ആരാധനാ രീതികളും നിശ്ചയിച്ചു കൊടുത്തത് നമ്മളാണ്. ഫലാ യുനാസിഉന്നക ഫിൽ അംരി, അക്കാര്യത്തിൽ നിന്നോട് അവർ തർക്കിക്കേണ്ടതില്ല. ഇക്കാര്യത്തിൽ നിങ്ങൾ പരസ്പരം തർക്കിക്കാൻ പാടില്ല. ഓരോരുത്തരുടെയും ആരാധനകൾ നമ്മൾ നിശ്ചയിച്ചു കൊടുത്തതാണ്. വദഉ ഇലാ റബ്ബിക്, പടച്ചോനെ പരിചയപ്പെടുത്തുക, ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇന്നക ലഅലാ ഹുദൻ മുസ്തഖീം, നീ ശരിയായ മാർഗത്തിലാണ്. ഇങ്ങനെ പ്രവാചകനോട്, പ്രവാചകനെ പിന്തുടരുന്നവരോട്, മുസ്ലിം സമൂഹത്തോട് ഉൾപ്പെടെ എല്ലാവരോടും ഖുർആൻ പറയുന്നത്, ഇവിടെ വ്യത്യസ്തങ്ങളായ ആരാധനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ നിശ്ചയമാണ് എന്നാണ്. അക്കാര്യത്തിൽ തർക്കിക്കേണ്ടതില്ല എന്നാണ്. ആ ആരാധന ശരി, ഈ ആരാധന തെറ്റ് എന്ന് തർക്കിക്കേണ്ടതില്ല.
നിങ്ങൾ നോക്കൂ, വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളുടെ ആരാധനകളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഒരു മതത്തിനുള്ളിൽ തന്നെയുള്ള ആരാധനകളെ പരസ്പരം, ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ. ജനാഭിമുഖമായിട്ട് കുർബാന നിർവഹിക്കണോ അതല്ല ജനങ്ങൾക്ക് പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് നിർവഹിക്കണോ എന്ന കാര്യത്തിൽ ക്രൈസ്തവ സഭ കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങളും കാട്ടിക്കൂട്ടലുകളും കേസുകളും വ്യവഹാരങ്ങളും ഒക്കെ എത്രമേൽ ആ മതത്തെയും മതം മുന്നോട്ട് വെക്കുന്ന ദർശനത്തെയും അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് പുരോഹിതന്മാരോ അതിനുവേണ്ടി വാദിക്കുന്നവരോ അറിയുന്നുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല. പറഞ്ഞു വരുന്നത് വ്യത്യസ്തങ്ങളായ ആരാധനാ രീതികൾ, അതും ജനാഭിമുഖമായി പ്രാർത്ഥിക്കണമെന്ന് കരുതുന്നവർ അങ്ങനെ പ്രാർത്ഥിക്കട്ടെ, അല്ലാത്തവരല്ലാതെ പ്രാർത്ഥിക്കട്ടെ എന്ന് കണക്കാക്കാനുള്ള മാനസികമായ വിശാലത എന്തുകൊണ്ടാണ് ഈ ദൈവവിശ്വാസികൾക്കും പുരോഹിതന്മാർക്കും ഇല്ലാതെ പോകുന്നത് എന്നാണ് വേദത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചോദിക്കാനുള്ളത്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു, സൂറ ഹജ്ജിൽ തന്നെയുള്ള 48-ാമത്തെ ആയത്തിൽ, ലിക്കുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ, നിങ്ങളെ ഓരോ സമൂഹത്തിനും നാം വ്യത്യസ്തമായ ശരീഅത്തുകൾ നൽകിയിട്ടുണ്ട്, വ്യത്യസ്തമായ വഴികൾ നൽകിയിട്ടുണ്ട്. നാം നൽകിയിട്ടുണ്ടെന്നാണ് അള്ളാഹു പറയുന്നത്. നാം നൽകിയിട്ടുണ്ട്. വലൗ ഷാ അല്ലാഹു ലജഅലകും ഉമ്മത്തൻ വാഹിദ, അള്ളാഹു എങ്ങാനും അള്ളാഹുവിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഒരൊറ്റ സമുദായമാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നല്ലോ. അങ്ങനെ അള്ളാഹു ചെയ്തില്ല. വ്യത്യസ്ത ശരീഅത്ത് നൽകി, വ്യത്യസ്തങ്ങളായ വഴികൾ നൽകി. വലാകിൻ ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നാണ് അള്ളാഹു പരിശോധിക്കുന്നത്. നോക്കണം, ക്രിസ്ത്യാനി ഈസാ നബിയുടെ ശരീഅത്തിൽ നിന്നുകൊണ്ട് അയാൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, മുസ്ലിം മുഹമ്മദ് നബിയുടെ ശരീഅത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് അള്ളാഹു നോക്കുന്നത്. ഫസ്തബിഖുൽ ഖൈറാത്ത്, അതുകൊണ്ട് നിങ്ങൾ നന്മയിൽ മത്സരിച്ച് മുന്നേറുക. ഇലല്ലാഹി മർജിഉക്കും ജമിയ, എല്ലാവരും അള്ളാഹുവിലേക്കാണ് മടങ്ങേണ്ടത്. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളൊക്കെ അന്ന് അവിടുന്ന് അള്ളാഹു തീരുമാനിച്ചു തരും. എത്ര മനോഹരമായ വാക്കുകളാണ്! ഇതിനേക്കാൾ വലിയ സെക്യുലറിസം ഉണ്ടോ? ഇതിനേക്കാൾ വലിയ മതേതരത്വമുണ്ടോ? വേദം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ഉൾക്കൊള്ളൽ ശേഷിയുണ്ടല്ലോ, ഇത് ആർജിക്കാത്തതാണ് വിശ്വാസികളുടെ പ്രശ്നം. ക്രൈസ്തവ പള്ളി കാണുമ്പോൾ ഇതെന്റെ മസ്ജിദ് പോലെ പവിത്രമാണെന്ന്, ഒരു ടെമ്പിൾ കാണുമ്പോൾ ഇതെന്റെ ചർച്ച് പോലെ പവിത്രമാണെന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്ന ഒരു മാനസിക വിശാലതയിലേക്ക് വളർന്നാൽ അപ്പോൾ മാത്രമേ വേദം നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ രണ്ട് വെള്ളിയാഴ്ച മുമ്പുള്ള ഖുത്ബയിൽ പറഞ്ഞ ഒരു വചനം കൂടി ഇവിടെ പ്രസക്തമായതുകൊണ്ട് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദിൻ ലഹുദ്ദിമത് സവാമിഉ വബിയഉൻ വസലവാത്തുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറ വല യൻസുറുന്നല്ലാഹു മൻ യൻസുറുഹു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അല്ലാഹു പറയുന്നു സൂറ ഹജ്ജിൽ 40-ാമത്തെ വചനം, അല്ലാഹു ഈ ലോകത്തുള്ള എല്ലാ ദേവാലയങ്ങളെയും സംരക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് മനുഷ്യരിലൂടെയാണ് സംരക്ഷിക്കുക. എന്നിട്ട് അല്ലാഹു പറയുന്നത്, മഠങ്ങൾ, സന്യാസി മഠങ്ങൾ, ആശ്രമങ്ങൾ, അമ്പലങ്ങൾ, പള്ളികൾ, ഇവിടങ്ങളിലൊക്കെ ദൈവകീർത്തനങ്ങളാണ് ഉയരുന്നത്. ദൈവകീർത്തനങ്ങളാണ് ഉയരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സന്യാസി മഠങ്ങളും ആശ്രമങ്ങളും അമ്പലങ്ങളും പള്ളികളിലുമൊക്കെ അള്ളാഹുവിന്റെ നാമങ്ങളാണ് സ്മരിക്കപ്പെടുന്നതെന്ന് ഖുർആൻ പറയുന്നു. യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറ, അവിടങ്ങളിലൊക്കെ ധാരാളമായി ദൈവനാമ കീർത്തനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അത് സംരക്ഷിക്കേണ്ട ബാധ്യത അള്ളാഹു തന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഈ അർത്ഥത്തിൽ എല്ലാ മതങ്ങളും, എല്ലാ വേദങ്ങളും, എല്ലാ ആചാര്യന്മാരും, എല്ലാ പ്രവാചകന്മാരും ഒരുപോലെ ആദരിക്കപ്പെടുന്ന ഒരു മാനസികമായ ബോധത്തിലേക്കും വിശാലതയിലേക്കും ഉണരുമ്പോഴാണ് ഖുർആൻ പറയുന്ന മുസ്ലിമായിട്ട് ഒരാൾ മാറുക. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഖുർആൻ പലയിടത്തായിട്ട് ആവർത്തിച്ചിട്ടുള്ളൊരു വചനമാണ്. പ്രവാചകന്മാർക്കിടയിൽ ഭേദം കൽപ്പിക്കാൻ പാടില്ല. ഇന്ന പ്രവാചകൻ ചെറുത്, ഇന്ന പ്രവാചകൻ വലുതെന്ന് പറയാൻ പാടില്ല. എല്ലാ പ്രവാചകന്മാരും ഒന്നാണ്. നാം ഇബ്രാഹിം നബി എന്ന് പറയുന്നതും മുഹമ്മദ് നബി എന്ന് പറയുന്നതും രണ്ടല്ല. മൂസാ നബി എന്ന് പറയുന്നതും ഈസാ നബി എന്ന് പറയുന്നതും രണ്ടല്ല. ഒരേ വെളിച്ചത്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രതിഫലനങ്ങളാണ്. ആ വ്യത്യസ്തങ്ങളായ പ്രതിഫലനങ്ങളെ ഒരേ അളവിൽ കാണണം, ഒരേ മഹത്വത്തിൽ കാണണം. എല്ലാ പ്രവാചകന്മാരെയും ഒരേ ആദരവോടെ കാണാനും അംഗീകരിക്കാനും കഴിയണം. എനിക്ക് എൻ്റെ ഗുരു വലുതായിരിക്കും, പക്ഷെ മറ്റു ഗുരുക്കന്മാര് ചെറുതാകാൻ പാടില്ല. എനിക്കിതൊക്കെ പറയാൻ എന്നെ പ്രാപ്തമാക്കിയത് മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങളാണ്. പക്ഷെ അതുകൊണ്ട് ഈസാ നബിയുടെയും മൂസാ നബിയുടെയും സന്ദേശങ്ങൾ ചെറുതല്ല, ഇത്ര തന്നെ വലുതാണ്, ഇത്ര തന്നെ മഹത്വമുള്ളതാണ്. ഇത് ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴേ ഒരാൾക്ക് മുസ്ലിം ആകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ പ്രവാചകന്മാരെയും ഒരുപോലെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ആചാര്യന്മാരെയും, എങ്ങനെയാണോ ഈസാ നബി, എങ്ങനെയാണോ മൂസാ നബി, എങ്ങനെയാണോ മുഹമ്മദ് നബി, അങ്ങനെയായിരിക്കണം കൃഷ്ണൻ, അങ്ങനെയായിരിക്കണം ശങ്കരൻ, അങ്ങനെയായിരിക്കണം ബുദ്ധൻ, അങ്ങനെയായിരിക്കണം
കൺഫ്യൂഷ്യസ്, അങ്ങനെ തന്നെയായിരിക്കണം തിരുവള്ളുവർ, അങ്ങനെയായിരിക്കണം ശ്രീനാരായണ ഗുരു, അങ്ങനെയായിരിക്കണം രമണ മഹർഷി, അങ്ങനെയായിരിക്കണം ചട്ടമ്പി സ്വാമി, അങ്ങനെയായിരിക്കണം ശ്രീരാമകൃഷ്ണ പരമഹംസർ. ഇവരൊക്കെയും ഒരേപോലുള്ള ആചാര്യ പദവിയിലുള്ളവരാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ മുസ്ലിം ആകാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലാക്കാൻ കഴിയണം. ശ്രീനാരായണ ഗുരു എന്തോ കുറഞ്ഞ ആളാണ് എന്ന് വിചാരിച്ചാൽ ഖുർആൻ പറയുന്ന ഇസ്ലാമിൽ നിന്ന് അയാൾ പോയി. ഈ ആചാര്യന്മാരൊക്കെയും ഒരുപോലെയുള്ളവരാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. ഇത് തന്നെയാണ് മതം. ഒരു മതം കുറഞ്ഞത്, ഒരു മതം കൂടിയത്, എല്ലാ മതത്തിലും പ്രശ്നങ്ങളുണ്ട്. അത് പുരോഹിതന്മാരുണ്ടാക്കിയ പ്രശ്നമാണ്. അടിസ്ഥാന സ്വഭാവത്തിൽ എല്ലാ മതങ്ങളും ഒന്നാണ്. അടിസ്ഥാന സ്വഭാവത്തിൽ അത് ഹിന്ദു മതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും യഹൂദ മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും സിഖ് മതമാണെങ്കിലും എല്ലാം അടിസ്ഥാന ഭാവത്തിൽ ഒന്നാണ്. അതിന്റെ വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നത് ഭേദത്തിന് കാരണമാകാവതല്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. ഇത് ഖുർആനിന്റെ ഒരു അടിസ്ഥാന പ്രമാണമാണ്. ഈ അടിസ്ഥാന പ്രമാണത്തെ ഉൾക്കൊള്ളാത്തവൻ എങ്ങനെയാണ് ഖുർആനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്? അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണെങ്കിൽ, ബൈബിളിൽ ഒരു വചനമുണ്ട്, ദഅമാലി ഖൈസർ ലി ഖൈസർ വമാലില്ലാഹി ലില്ലാഹ്. സീസർക്കുള്ളത് സീസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ 21-ാം വചനമാണത്. ദഅമാലി ഖൈസർ ലി ഖൈസർ വമാലില്ലാഹി ലില്ലാഹ്. ഇത് എന്തോ മതത്തെയും രാഷ്ട്രത്തെയും വേറെ വേറെയാക്കുന്നു. വേറെ വേറെ തന്നെയാണ് മതവും രാഷ്ട്രവും. ഭരണത്തെ മതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതാണ് എല്ലാറ്റിന്റെയും അപകടം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്, തുർക്കി അനുഭവിക്കുന്നത്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മതവും രാഷ്ട്രവും ഒന്നാണ് എന്ന തെറ്റായ സന്ദേശം നൽകലാണ്. മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ വ്യക്തിയനുഭവമാണ്, മനുഷ്യന്റെ ആനുഭൂതികമായ തലമാണ്. മനുഷ്യൻ അനുഭവിക്കുന്ന ആധ്യാത്മികമായ ഒരു അനുഭൂതി വിശേഷത്തിന്റെ പേരാണ് മതം. അത് രാഷ്ട്രമല്ല, അത് അധികാരമല്ല, അതിന് ആ അർത്ഥത്തിലുള്ള ഒരു വിശദീകരണവുമില്ല. മനുഷ്യൻ മൂല്യവത്താവുക, മനുഷ്യൻ നന്നാവുക എന്നുള്ളതാണ് മതം ഉണ്ടാക്കേണ്ടത്. മതത്തിന്റെ ധർമ്മം അത് മാത്രമാണ്, മനുഷ്യൻ നന്നാവണം. അല്ലാതെ MLA ആകാൻ വേണ്ടി കുപ്പായം തയ്ച്ചിട്ട് തെക്ക് വടക്ക് നടന്ന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് പ്രവർത്തിക്കലല്ല മതം എന്ന് പറയുന്നത്. മതം എന്ന് പറയുന്നത് ഉള്ളത്തെ ശുദ്ധീകരിക്കലാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. തസ്കിയത്താണത്. യുസക്കീഹിം എന്നാണ് പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അകം ശുദ്ധമാക്കലാണ്, ആത്മബോധം ഉണ്ടാക്കലാണ്, ഉള്ളിലേക്ക് ഉണരലാണ്, ഞാൻ ആരാണെന്ന് അറിയലാണ്. ആ മഅരിഫത്തുണ്ടല്ലോ, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. ഞാൻ ആരാണെന്ന് അറിയണം. അല്ലാതെ രാജ്യം ഭരിക്കാൻ വേണ്ടി കുപ്പായം തയ്പ്പിച്ചിട്ട് ഓടുന്നതിന്റെ പേരല്ല. ഇഖാമത്തുദ്ദീൻ എന്നും ഹുക്കൂമത്തെ ഇലാഹി എന്നും പറഞ്ഞ് താടി നീട്ടി പരക്കം പായുന്നതിന്റെ പേരല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് അവനവന്റെ ഉള്ളിലേക്ക് ഉണരുന്നതിന്റെ പേരാണ്. അതാണ് ഖുർആനൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തസവൂഫിലെ കാണാൻ പറ്റുള്ളൂ. തസവൂഫിനെ തള്ളിക്കളയും. ഈ സംഘടനകളൊക്കെയും പുരോഹിതന്മാരൊക്കെയും തസവൂഫിനെ തള്ളിക്കളയും. കാരണം അവർ തസവൂഫിലേക്ക് വന്നാൽ, തസവൂഫ് ഉൾക്കൊണ്ടാൽ, ആധ്യാത്മികത ഉൾക്കൊണ്ടാൽ, ഇവർ പറയുന്ന ഈ രാഷ്ട്രീയ അധികാര മതം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇവർ സെക്യുലറിസത്തെ ഇല്ലാതാകുന്നത്. നിങ്ങൾ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി എന്ന് പറയുന്ന മഹാനുഭാവനെ കുറിച്ച് ഓർത്തു നോക്കൂ. ഇന്ത്യയിൽ ഒരു ഹാർമോണിയവുമായി വന്ന് വടക്കേ ഇന്ത്യയുടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നടന്നുപോയി ഇസ്ലാമിന്റെ മനോഹരമായ ഭാവം സമൂഹത്തിന് പകർന്നു നൽകിയ ഒരു മഹാചാര്യന്റെ പേരാണ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി. അദ്ദേഹത്തിന്റെ സദസ്സിൽ ഹിന്ദുക്കളുണ്ടായിരുന്നു, മുസ്ലിങ്ങളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, മതമില്ലാത്തവരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അതാണ് തസവുഫ്. അവിടെ ഭേദങ്ങളില്ല, അവിടെ വർണ്ണങ്ങളില്ല, അവിടെ എല്ലാവരും ഒന്നാണ്. ആ ഒരു തലം തസവുഫിന് മാത്രമേ പറ്റുള്ളൂ. ഇത് പ്രവാചകന്റെ സദസ്സിലും അങ്ങനെയാണ്. പ്രവാചകൻ മദീനയിൽ ചെന്നപ്പോൾ പ്രവാചകന്റെ സദസ്സിൽ മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, അവിടെ യഹൂദരുണ്ട്, ക്രൈസ്തവരുണ്ട്, ഔസുകാരുണ്ട്, ഖസ്റജുകാരുണ്ട്, വ്യത്യസ്ത നാടുകളിൽ നിന്ന് വരുന്ന സംഘങ്ങളുണ്ട്. എല്ലാവരും പ്രവാചകന്റെ മുന്നിലിരുന്നു. ആണുണ്ട്, പെണ്ണുണ്ട്. അതാരാണെന്ന് പ്രവാചകൻ അറിയില്ല, അറിയേണ്ടതുമില്ല. ഒരു ഗുരുവിന് തന്റെ മുന്നിലിരിക്കുന്നവർ ആണോ പെണ്ണോ എന്ന് ചിന്തിക്കേണ്ടതില്ല. ആയിഷ ബീവി ശിശിയാണെന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഗുരു സങ്കല്പമില്ലാത്തത് കൊണ്ടാണ്, ഗുരുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ സെക്യുലറിസം എന്ന് പറയുന്നത്, മതേതരത്വം എന്ന് പറയുന്നത് വേദത്തിന്റെ മൂല്യമാണ് എന്നർത്ഥം. ഈ ശുദ്ധിവാദം, മേന്മാവാദം എന്നൊക്കെ പറയുന്ന ഏർപ്പാടുണ്ടല്ലോ, പ്യൂരിറ്റാനിസം, ഞങ്ങൾ മാത്രമാണ് ഏറ്റവും ശരി, ഞങ്ങളെക്കാൾ വലിയ ശരിയില്ല, ബാക്കിയുള്ളവരൊക്കെ തെറ്റാണെന്ന് പറയുന്ന ശുദ്ധിവാദത്തിന്റെ, മേന്മാവാദത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ആശയമാണ് സെക്യുലറിസം. അതുകൊണ്ടാണ് ഈ തീവ്ര സ്വഭാവമുള്ളവർക്ക് ഇത് പറ്റാതെ പോകുന്നത്. കൊല്ലപ്പെടേണ്ടവരാണ്, മറ്റുള്ളവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ്, ഇല്ലാതാക്കപ്പെടേണ്ടവരാണ്, അല്ലെങ്കിൽ മതനികുതി കൊടുത്ത് നിൽക്കേണ്ടവരാണ്. മതനികുതി കൊടുക്കണമത്രേ. എന്നിട്ട് ചില ആളുകൾ പറയും, വലിയൊരു കോമഡി ആയിട്ട് നമുക്ക് തോന്നുന്ന, ഞങ്ങളുടെ മതരാഷ്ട്രം മതേതരമാണ് എന്നാണ്.
ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മതരാഷ്ട്രമുണ്ടല്ലോ അത് മതേതരമാണ്. അതെങ്ങനെ സാധിക്കും? ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മതരാഷ്ട്രം മതേതരമാകുന്നത് എങ്ങനെ? അപ്പൊ അവർ പറയും ഇവിടെ ഹിന്ദുക്കൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെ ഔദാര്യം, ഇത് ഔദാര്യമാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇഖാമത്തുദ്ദീൻ വന്നാൽ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഹുക്കൂമത്തെ ഇലാഹി വന്നാൽ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മതരാഷ്ട്രവും ദൈവരാഷ്ട്രവും വന്നാൽ ഇവിടെ ഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് നിങ്ങൾ നോക്കണം. ഈ സ്വാതന്ത്ര്യത്തിന്റെ പേരല്ല, മറിച്ച് ഓരോരുത്തരും അഭിമാനപൂർവ്വം ഈ മതത്തിൽ ഞാനില്ല എന്ന് പറയാൻ, ഈ മതത്തിൽ ഞാൻ ഉണ്ടെന്ന് പറയാൻ, ഈ മതം ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറയാൻ, ഈ മതം ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയാനുള്ള മനുഷ്യന്റെ മൗലികമായ സ്വാതന്ത്ര്യമാണ് മതേതരത്വം എന്ന് പറയുന്നത്. മതം വേണ്ടെന്ന് വെക്കാനും മതം സ്വീകരിക്കാനും, മതം വേണമെങ്കിൽ മാറാനും മാറാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യത്തിന്റെ പേരാണിത്. സ്വാതന്ത്ര്യം അനിവാര്യമാക്കുന്ന ഒരു ഘടകമാണ് മതേതരത്വം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യമുണ്ടോ എങ്കിൽ മതേതരത്വം ഉണ്ടാകണം, മതേതരത്വമുണ്ടോ അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാകണം. നിങ്ങൾ നോക്കൂ, മതതീവ്ര സ്വഭാവത്തിലുള്ള ആളുകളൊക്കെ, താലിബാൻ നോക്കിയാൽ മതി. ഒരു താലിബാനിക്ക് അയാൾ അവിടെയുള്ള ഒരു മതത്തിന്റെ, അവിടെ അനുഭവിക്കുന്ന ഒരു മതത്തിന്റെ തെറ്റായ ഒരു സംഗതി, തെറ്റെന്ന് അയാൾക്ക് 100% ഉറപ്പുള്ള ഒരു സംഗതി വിമർശിക്കാൻ കഴിയോ? കഴിയൂല. വിമർശിച്ചാൽ ആ ഒരൊറ്റ വിമർശനത്തോടു കൂടി അയാൾ തീരും. സ്ത്രീകൾ അടുക്കളയിലെ ജനൽ തുറന്നിടരുത് എന്നത് താലിബാനിന്റെ ഫത്വയാണ്. ആ ഫത്വയ്ക്കനുസരിച്ച് ആ ഫത്വ തെറ്റാണ്, അത് മതപരമായി ശരിയല്ല, പ്രവാചകൻ പറഞ്ഞതിനെതിരാണെന്ന് പറഞ്ഞാൽ അയാൾ അവിടെ ജീവിക്കൂല, അയാൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ മതരാഷ്ട്രം എന്ന് പറയുന്നത് എല്ലാ മൂല്യങ്ങളുടെയും വിരുദ്ധ സ്വഭാവത്തിലുള്ള ഒരു ഏകമുഖ രാഷ്ട്രം സംവിധാനമാണ്. ഒരിക്കലും മതരാഷ്ട്രത്തിലേക്ക് ഒരു രാജ്യം പോയോ അവിടെയുള്ള മനുഷ്യർ മുഴുവനും അടിമകളായി കഴിഞ്ഞു. അത് ഏത് മതമാണെങ്കിലും ശരി. മതരാഷ്ട്രത്തിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രത്തിൽ പിന്നെ മനുഷ്യരുണ്ടാവില്ല, അടിമകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മിണ്ടാൻ കഴിയാത്ത, അനങ്ങാൻ കഴിയാത്ത, ചിന്തിക്കാൻ സാധിക്കാത്ത മാംസ കഷ്ണങ്ങളായി ജീവിക്കുന്ന ആളുകളായിരിക്കും അവിടെ ഉണ്ടാവുക. ഖുർആൻ വളരെ വ്യക്തമായി എത്ര 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 മനോഹരമായി പറയുന്നു, വൽയഹ്കും അഹ്ലുൽ ഇൻജീലി ബിമാ അൻസലല്ലാഹു ഫീഹി വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ. മുഹമ്മദ് നബിയോട് പറയുന്നു, മുഹമ്മദ് നബിയെ നിങ്ങൾ പ്രവാചകനാണ് ശരി, പക്ഷെ ഇവിടെ ക്രിസ്ത്യാനികളുണ്ടല്ലോ, ആ ക്രിസ്ത്യാനികൾ അവരുടെ കയ്യിലുള്ള വേദമനുസരിച്ച് വിധിച്ചാൽ മതി. ഖുർആൻ പറയുന്നത് സൂറ മാഇദയിൽ 47-ാമത്തെ വചനത്തിൽ വൽയഹ്കും അഹ്ലുൽ ഇൻജീലി, ക്രിസ്ത്യാനികൾ വിധിക്കേണ്ടത് ആ വേദത്തിലുള്ള അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള വേദമനുസരിച്ചാണ്. മറ്റൊരായത്തിൽ പറയുന്നു, സൂറ മാഇദയിൽ തന്നെ മറ്റൊരായത്തിൽ വകൈഫ യുഹക്കിമൂനക വഇൻദഹുമുത് തൗറാത്ത്, തൗറാത്ത് ഉള്ളവർ ആ തൗറാത്തും കയ്യിൽ വെച്ച് നിന്നെ തേടി വരുന്നത് എന്തിനാ? ആ തൗറാത്ത് അനുസരിച്ച് ജീവിച്ചാൽ പോരെ, വിധിച്ചാൽ പോരെ. നോക്കൂ നിങ്ങൾ, തൗറാത്തുള്ളവർ തൗറാത്ത് അനുസരിച്ച് വിധിക്കട്ടെ, ഇഞ്ചീലിന്റെ അഹ്ലുകാർ ഇഞ്ചീൽ അനുസരിച്ച് വിധിക്കട്ടെ എന്ന് പറയുന്നതിനേക്കാൾ വലിയ മതേതരത്വമുണ്ടോ? അതിനെ ഉൾക്കൊള്ളലല്ലേ? അല്ല, അതൊക്കെ കാലഹരണപ്പെട്ടു പോയി, അതൊക്കെ ദ്രവിച്ചു പോയി, അതൊന്നും ഇപ്പൊ ശരിയായിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങോട്ട് വാ എന്നല്ല പറയുന്നത്, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ വേദമനുസരിച്ച് ജീവിക്ക്, നിങ്ങൾ നിങ്ങളുടെ വേദമനുസരിച്ച് വിധിക്ക്, നിങ്ങൾ അത് ഉൾക്കൊള്ളു, നിങ്ങൾ അതിനെ മുറുകെ പിടിക്ക് എന്ന് പറയുന്ന ഒരു വേദം. ഇതല്ലേ മതേതരത്വം എന്ന് പറയുന്നത്? ഇതാണ് സെക്യുലറിസം. ഇതിനെ വേണമെങ്കിൽ നമുക്ക് വേദിക്ക് സെക്യുലറിസം എന്ന് പറയാം, വേദമതേതരത്വം എന്ന് പറയാം. ഈ വേദമതേതരത്വം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ഇന്ന് നാനാഭാഗത്തു നിന്നും മതത്തെ അധികാരവുമായി ബന്ധപ്പെടുത്തി, മതത്തെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി, മതത്തെ രാഷ്ട്രവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരുന്നു. ഈ സെക്യുലറിസം എന്ന് പറയുമ്പോൾ അതിന് വ്യത്യസ്തമായ അടരുകളുണ്ട്. ഫിലോസഫിക്കലായിട്ടുള്ള സെക്യുലറിസം ഉണ്ട്, സാംസ്കാരികമായിട്ടുള്ള സെക്യുലറിസം ഉണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള സെക്യുലറിസം ഉണ്ട്. ഇതൊക്കെയും ഒരുപോലെ ബാധകമാണ്, അതിൻ്റെ എല്ലാ അടരുകളും ബാധകമാണ്. ഇതൊക്കെ വേദങ്ങളിലുള്ളതാണ്. അതിനാൽ സെക്യുലർ ആവുക എന്നുള്ളതാണ് നല്ല മുസ്ലിം ആകാനുള്ള വഴി. നിങ്ങൾ മതേതരനാവുക, എല്ലാ മതങ്ങളെയും ഒരുപോലെ ആദരിക്കാൻ നിങ്ങൾക്കെന്ന് സാധിക്കുന്നുവോ, എല്ലാ വേദങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്കെന്ന് സാധിക്കുന്നുവോ, എല്ലാ ആചാര്യന്മാരെയും ഒരേ കണ്ണിലൂടെ കാണാൻ നിങ്ങൾക്കെന്ന് സാധിക്കുന്നുവോ, അന്ന് നിങ്ങൾക്ക് നല്ലൊരു മുസ്ലിം ആകാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈൻ മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നി ദബീഹൈൻ
سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദര സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ്. ഖുർആൻ അകമ്പൊരുളിൻ്റെ 4 വാള്യങ്ങൾ പ്രകാശിതമായി നിങ്ങളുടെ കൈകളിലൊക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങളത് വായിച്ചിട്ടുണ്ട്. അതിൻ്റെ 5-ാം വാള്യം പ്രകാശനത്തിന് തയ്യാറായിരിക്കുന്നു. എഴുതി കഴിഞ്ഞ് പ്രിൻറ്റിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ അവസാനഘട്ട പണികളൊക്കെ നടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് നവംബർ 29-ാം തീയതി ശനിയാഴ്ച 5-ാം വാള്യം പ്രകാശനം ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. സ്ഥലം കണ്ടിട്ടുള്ളത് വർക്കല ഗുരുകുലത്തിലാണ്. നാരായണ ഗുരുകുലത്തിൽ വെച്ചാണ് ഈ പ്രാവശ്യത്തെ പ്രകാശനം. വിപുലമായ വിധത്തിൽ അത് നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നവംബർ 29-ാം തീയതി ശനിയാഴ്ച 3 മണിക്കാണ് പ്രോഗ്രാം. നിങ്ങളെല്ലാവരെയും വർക്കലയിലേക്ക് ക്ഷണിക്കുന്നു. ആ ദിവസത്തേക്ക് നിങ്ങളെല്ലാവരും കുടുംബസമേതം നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം അവിടെ വന്നു ചേരണമെന്ന്, ആ ഒരു ചടങ്ങ് ഗംഭീരമായി വിജയിപ്പിക്കണമെന്ന്, അതിനുവേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളെയും അതിൻ്റെ പൂർണ്ണതയിൽ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات طيب ثراهم واجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم لا تدع لنا ذنبا إلا غفرته ولا عيبا إلا سترته ولا هما إلا فرجته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة لك فيها رضا ولنا فيها صلاح إلا قضيتها ويسرتها يا رب العالمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.